ഈ കാസർഗോഡ് ജില്ലയിൽ ഫ്രീഡം ക്വിസുമായിട്ട് ബന്ധപ്പെട്ട് സവർക്കർ ഉത്തരമായി വരുന്ന ഒരു ചോദ്യം ഇട്ടതിൻ്റെ പേരിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ആ ഒരു നൈതികതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തൊട്ടനും പിടിച്ചതിനൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും പറഞ്ഞ് ചാടി ചർച്ച ചെയ്തു. അത് തന്നെയാണ് ഇന്നും ഹൈക്കോടതിയെ സമീപിച്ചു അധ്യാപകൻ ഗുരുപ്രസാദ്. അപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഒരു കാര്യം ചോദിച്ചു, സർക്കാരിനോടൊരു കാര്യം ചോദിച്ചത്, നിങ്ങൾ ഇത്ര നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതൊരു സസ്പെൻഷന് വേണ്ട അത്രയും തർക്കം ഉണ്ടാകത്തക്കെയുള്ള ഒരു കാര്യമാണോ ഇത് എന്നാണ്. ഇതിനൊരു സസ്പെൻഷന് വേണ്ടി വരുന്നതാണോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം പ്രസക്തമാണ്. സർക്കാരിനോട് അവർ ഇത് ചോദിച്ചിരിക്കുകയാണ്, എന്താ പറയുന്നത്, സർക്കാരിൻ്റെ നിലപാട് അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു എന്ന അഭിപ്രായത്തിലാണ് നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അല്ല, ബിന്ദുരമാലയെക്കുറിച്ചോ അതല്ലെങ്കിൽ കാശ്മീർ അല്ലെങ്കിൽ തീവ്രവാദികളെക്കുറിച്ചോ അങ്ങനെ തരത്തിലൊരു പോസിറ്റീവ് ചോദ്യം ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യാം. അതെ, ഇത് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് എല്ലാവർക്കും അറിയാവുന്നുള്ള. എന്തിന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാമ്പ് ഇറക്കിയത് കേന്ദ്ര സർക്കാർ? അല്ല, അതിനകത്ത് ഏറ്റവും രസം തന്നെ ഇവിടെ സർക്കാർ വക്കീലിൻ്റെ മറുപടി എന്തോന്ന് പറയും, ചരിത്രം വളച്ചൊടിക്കുകയാണെന്ന്. ചരിത്രം ആരാണ്, ചരിത്രത്തിൻ്റെ ആധികാരികത ആരാണ് നിശ്ചയിക്കുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. അതായത് ഇത് പണ്ട് പുരാതന കാലത്ത് ജീവിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല, അതുപോലെ ഐതിഹ്യമാലയിലുള്ള ആളൊന്നുമല്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു, അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തു, ബ്രിട്ടീഷുകാരെ ഷൂ നക്കി എന്നൊക്കെ ഉള്ളത് ഇവിടുത്തെ ഇടത് സൈബർ ഹാൻഡിലുകളുടെ ഒരു പ്രചാര പ്രവർത്തനക്കാർക്ക് കൊടി പിടിച്ചു കൊടുത്ത് അവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരായിരുന്നു. അതെ, ഇവരുടെ ഒരു പ്രചാര വേലയാണ്. ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ അധ്യാപകന്റെ വാദം എന്താണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സസ്പെൻഷനാണ്. സംശയം എന്താ ഉള്ളത്? രാഷ്ട്രീയ പ്രേരിതമാണ്. പിന്നെ ഈ പറയുന്ന വീര സവർക്കറാണ് ഏറ്റവും കൂടുതൽ കാലം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വിധിക്കപ്പെട്ട ആളാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഈ ഭീകരതയ്ക്ക് ക്രൂരതയ്ക്ക് ഏറ്റവും പേര് കുപ്രസിദ്ധി ആർജിച്ച സെല്ലുലാർ ജയിലിൽ വിധിക്കപ്പെട്ട ആളാണ്. മാത്രവുമല്ല, ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് സ്റ്റാമ്പ് ഇറക്കിയതാണെന്നും ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയതിൻ്റെ സംഭാഷണങ്ങളും പത്രവാർത്തകളും എല്ലാം അദ്ദേഹം അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു ഈ സസ്പെൻഷനിൽ ഇടപെടുന്നില്ല എന്ന് കോടതി പറഞ്ഞു. അത് സർക്കാരിൻ്റെ തീരുമാനമാണ്. പക്ഷേ ഇതിനകത്ത് നിലപാടറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു വിഭാഗത്തിന് ഇഷ്ടമല്ലെന്ന് കരുതി ഒരു ചരിത്രമോ അല്ലെങ്കിൽ ഒരു സംഭവമോ അത് അല്ലാതാകുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് വീര സവർക്കറെ ഇഷ്ടമല്ല, ശരി, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് കരുതി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചത് വീര സവർക്കർ ആകാതെ വരുന്നില്ലല്ലോ. അല്ല, നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ഹാൻഡിലുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ആരും അവർക്ക് വലിയ വിലയൊന്നുമില്ല. ഇവർക്ക് ഏംഗൽസ്, മാർക്സ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെഗുവേര ഇവരെ കുറിച്ച് പറയുന്നതാണ് ഇഷ്ടം. ഈ അയലോക്കത്തെ കാണാൻ കൊള്ളാമെന്ന് അച്ചാന്ന് വിളിക്കണമെന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. അതിൻ്റെ വേറെ പതിപ്പാണത്. സ്വന്തം നാട്ടിലുള്ള മഹാനായ ആളെ മനസ്സിലാക്കാതെ വേറെ വല്ല രാജ്യത്തുള്ളവരെ നേതാവായിട്ട് അംഗീകരിക്കുന്ന ഒരു രീതി. അല്ല, ഇത് ചരിത്ര വസ്തുതയാണ്. അതിനെ വളച്ചൊടിക്കാൻ ഇപ്പോൾ പലരും ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, വീര സവർക്കർ പിന്നെ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടാവാം, ആയിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹം കൂടുതൽ കാലം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാ അല്ലാതാവുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇല്ല, അല്ലാതാവുന്നില്ല. ഇല്ല. അപ്പോൾ ഇവരെ നമ്മൾ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഉണ്ടല്ലോ, സ്വതന്ത്ര അർദ്ധരാത്രിയിൽ, നമ്മൾ അത് ശരിക്കും നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാർ അല്ലെങ്കിൽ പൊതു വിദ്യാർത്ഥികളെ വായിച്ചിട്ടില്ലെന്നു നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് അതിൽ പറഞ്ഞ പല കാര്യങ്ങൾ. ചിലപ്പോൾ അതിൽ അർത്ഥസത്യങ്ങളാണെങ്കിൽ പോലും ഉള്ള അതുപോലും വലിയ കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല രാജ്യത്തിന്. ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള പരിഭാഷകളിൽ ഒന്നാണ്. അതാ എന്ത് മനോഹരമായ ഭാഷയിലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് സായിപ്പ് എഴുതിയോണ്ട് തന്നെ ഇവർ പറഞ്ഞത് സായിപ്പിന്റെ വേർഷനാണ്. അങ്ങനെ പൂർണ്ണമായും സായിപ്പിന്റെ വേർഷൻ അല്ല. അവർ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചതിന് ശേഷമാണ് അവർ ഈ അതിർത്തിയിലെ ഒരു ഓഫീസിൽ ഇതെല്ലാം തുല്യമായിട്ട് പങ്കുവെച്ചപ്പോൾ ഒരു ചൂലധികം വന്നു. ഒരു ചൂല് ഇത് ആർക്ക് വേണമെന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരും പിടിവലിയായി. അങ്ങനെ ഒരു ചൂലിൻ്റെ ഈർക്കിലുകൾ രണ്ടായിട്ട് പകുത്ത് എണ്ണി എടുത്തുകൊണ്ട് പോയി എന്നാണ് അതിനുള്ളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം പറയുന്നു. ഞാനത് വായിച്ചതാണ്, പണ്ട് വായിച്ച, പിന്നീട് പലപ്പോഴും ഇത് വായിക്കാറുണ്ട്. ഇപ്പോൾ അത് സീരീസ് ആയിട്ട് സോണി ലീവ് എന്ന് പറയുന്ന ചാനൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സീരീസ് ആയിട്ട് വരുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നറേഷനുകളിൽ വളച്ചൊടിക്കൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധിജിക്ക് എതിരെ നിലകൊള്ളുന്ന ഒരു വലിയ ജനവിഭാഗം അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അല്ലേ? മഹാത്മാഗാന്ധിക്കെതിരെ നിലകൊള്ളുന്ന ഒരു വലിയ നേതാജി സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിജിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം നിർദ്ദേശ സ്ഥാനാർത്ഥി തോപ്പിച്ചു. പട്ടാഭിഷേകമായ കോൺഗ്രസ് പ്രസിഡന്റ് നടന്ന മത്സരത്തിൽ പരാജയപ്പെടുത്തി. അതിനെക്കുറിച്ച് ആരും പറയാം. അതുപോലെ മിതവാദികളും
തീവ്രവാദികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു വിഭാഗം അക്രമത്തിലൂടെ മാത്രം ഇത് നേടിയെടുക്കാമെന്നും മറ്റൊരു വിഭാഗം സഹന സമരത്തിലൂടെ നേടിയെടുക്കാമെന്നും വിശ്വസിച്ചിരുന്നു. ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഇപ്പം ഇതിനകത്ത് വീര സവർക്കർ ആൻഡമാൻ ജയിലിൽ കിടന്നു, സെല്ലുലാർ ജയിലിൽ കിടന്നു എന്നുള്ളത് നമ്മുടെ ഈ കാലാപാനി എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ടി ദാമോദരനല്ലേ എഴുതിയത്? അതെ. അപ്പൊ ഈ കാലാപാനി സിനിമയില്, പ്രിയദർശന്റെ സിനിമ, ആ സിനിമയിൽ വീര സവർക്കറുണ്ട്, കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവിടെ പോരാളിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഇപ്പൊ എന്താണ് കാര്യം? സംഘികളെ ആർക്കും ഇഷ്ടമല്ല. ശരി, വീര സവർക്കർ സംഘിയാണ്. അങ്ങനെയാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇപ്പൊ സംഘിയായിട്ടുണ്ട് അല്ലേ? അതെ, കാരണം അതിന് പ്രതിമ വെച്ചുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ദിവസം പറയായിരുന്നു, സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും എല്ലാവരെയും ഇപ്പം CPM-ന്റെ സമ്മേളനങ്ങൾ വലിയ ബോർഡ് വയ്ക്കുന്നുണ്ട്. ഇത് കണ്ടെത്തുന്ന ഇവരൊക്കെ ഉണ്ടോ CPM ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അതാണ് അവസ്ഥ. ഞങ്ങൾ ചെയ്ത ഗംഭീരം, നിങ്ങൾ ചെയ്ത മോശം, ഞങ്ങൾ ചെയ്തൊക്കെ മഹത്തായ കാര്യം. ഇവർ എല്ലാ കാലങ്ങളിലും നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യവിരുദ്ധ നിലപാടുകൾ പല സന്ദർഭങ്ങളിൽ സ്വീകരിച്ചിരുന്നവരാണ് ഇവർ. പിന്നീട് തഞ്ചത്തിനങ്ങ് മാറും. നമുക്കെല്ലാം മറവി കൊണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ. ഇപ്പോഴും അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പോരാടി. ആര് പോരാടി? അന്നിവിടെ പോരാടിയത് RSSഉം അവരെ ജനസംഘവും പിന്നെ സോഷ്യലിസ്റ്റുകളുമാണ്. അതെ, ഇവർ അന്തസ്സായിട്ട് ഇവർ മുങ്ങി, ഇവിടെ സ്ഥലത്തുനിന്ന് മുങ്ങി പലരും. ഈ CPM മുങ്ങി. ഞങ്ങൾ പോരാടി എന്നാണ് പറഞ്ഞത്. ആര് പോരാടാൻ? അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ മർദ്ദനമേറ്റ ആളാണ് പിണറായി വിജയൻ, അതറിയാവുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്താണെങ്കിലും ശരി, സവർക്കറെ കുറിച്ചുള്ള ആ ഒരു ചോദ്യം ഇട്ടതിൻ്റെ പേരിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതും നീതീകരിക്കാവുന്നതല്ല. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ എല്ലാത്തിനും ഒന്ന് ഈ രീതിയിലെടുക്കുക, അല്ലെങ്കിൽ ജാതിയുടെ മതത്തിൻ്റെയും പേരിലെടുക്കുക. പഴയ കാലത്ത് മലയാള സിനിമ പാട്ടിൽ ആ പാട്ട് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല. അപ്പം ചില പാട്ടുകൾ ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ജാതി സംഘടനകളെല്ലാം കൂടെ വന്ന് അവിടെ വലിയ സമരം നടന്നു. അതെ, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് പാടുന്ന എത്രയോ നല്ല പാട്ടുകൾ. അതെ, അത് ഉടനെ ഈ പ്രശ്നമായിട്ട് വരും. നമ്മൾ എന്തിനധികം പോകണം? ഈ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈ വെട്ടാനിടയായ സംഭവത്തിലേക്ക് നയിച്ചത് ഇന്നാട്ടിലെ മതേതര സംഘടനകൾ അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്ന് സ്വയം നാട്ടുകാരെ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുന്ന CPM-നെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ്. അവർ ഇയാളെ ഒരു മോശക്കാരനായി നിരന്തരം ചിത്രീകരിച്ചു. അത് MA ബേബി എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നില്ലേ? അതെ, ഈ ഒരു സംഭവം വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്തുകൊണ്ട് ഇവരന്ന് ഇവിടെ പോത്ത് ഫെസ്റ്റ്, ബീഫ് ഫെസ്റ്റ്, പന്നി ഫെസ്റ്റ് നടത്തിയില്ല? അന്ന് എന്തുകൊണ്ട് ഇവർ ഇതിനെതിരെ ഇവിടെ പോരാടിയില്ല? അന്നല്ല അവരെല്ലാം എന്താ ചെയ്തത്? ആ മനുഷ്യനെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഇവരെ നിലനിൽപ്പിന് കർക്കടകമായിട്ട് അവർ പോർക്ക് ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അവസരത്തിനനുസരിച്ച് വളച്ചൊടിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ചരിത്രവും നിലപാടുകളും വർഗീയതയും എല്ലാം, അല്ലെ? അവസരോചിതന്മാരാണ്. നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ വീര സവർക്കർ ആറുമായിക്കോട്ടെ, വീര സവർക്കർ എന്റെ പൂർവികനോ പിതാമഹനോ ഒന്നും ആരുമല്ല. നമ്മൾ ഒരു ചരിത്രത്തിൽ ഒരു എഴുതപ്പെട്ട ഒരു സത്യമാണ്, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾ ബ്രിട്ടീഷ് ഭരണകാലത്ത്. അപ്പോൾ ആ സത്യം അതുകൊണ്ട് അല്ലാതായി മാറുന്നില്ല. അങ്ങനെ ഒരു ചോദ്യമിട്ട അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റുന്ന ഒരു കാര്യമില്ല. മുസ്ലിം ലീഗിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് അന്ന് ഉണ്ടായത്. മുസ്ലിം ലീഗുകളെ ഈ അതുപോലെയുള്ള കുറേ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി, പിന്നെ പ്രതിപക്ഷമായിട്ടുള്ള CPM-ന്റെ വായിൽ നിന്ന് ഞങ്ങൾക്കെതിരെ ഒന്നും വരരുത് എന്നുള്ള ഒറ്റ നിലപാടിൻ്റെ പുറത്താണ് ഇവർ ചെയ്തത്. ഇപ്പോൾ എന്താ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നു. ആ പൊതുബോധത്തിനനുസരിച്ച് ഭരിക്കാൻ നിൽക്കും. തിരിച്ചടികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം ഒത്തിരി ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞാണ്. അത് ഇവിടെ പ്രസക്തമല്ലെങ്കിൽ പോലെ MBD-മാരെ സസ്പെൻഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും 10 പേര് എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ശരി, നിങ്ങൾ അത് ഇഷ്ടം തന്നെ നടന്നോട്ടെ എന്ന് പറയുന്നത് അതൊരു ശരിയല്ല. സർക്കാരിന്റെ നിലപാടാണ് എല്ലാ കാര്യങ്ങളിലും. അതെ, അതാണ് ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി ഇതിന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. സർക്കാർ എന്ത് പറയുമെന്നറിയാം. അതിനുശേഷം കോടതി ആ കേസ് തീർപ്പ് ഏൽപ്പിക്കും. ഈ പറഞ്ഞ ആളെ തിരിച്ചെടുക്കുന്ന ഉള്ള നടപടി അതുകൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര നാറ്റക്കേസായിട്ട് മാറും. നാണക്കേസല്ല, നാറ്റക്കേസ് എന്ന് വേണം പറയാൻ. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ചരിത്രം നിർവചിക്കാൻ ഇവിടുത്തെ സർക്കാർ അല്ല ശ്രമിക്കേണ്ടത്. എന്താണ് ചരിത്രം നിർവഹിക്കാൻ? ചരിത്രം നടന്ന സംഭവമാണ്. അതിന് തെളിവുകളുടെ പിൻബലം ഉണ്ടെങ്കിൽ ആ ചരിത്രമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതാണ് വരുന്നത്. സവർക്കറെ കുറിച്ച് ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു നറേറ്റീവാണ്. ഇവർക്കാർക്കും സവർക്കർ അതങ്ങോട്ട് മാറാൻ പാടില്ല. അത് നമുക്ക് ഇഷ്ടമല്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ഇഷ്ടമെങ്കിൽ സർക്കാരിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അയാളെ കുറിച്ച് ചോദിച്ചു വെച്ചാൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും എന്നുള്ള അതൊക്കെ. ഇപ്പൊ ഈ വലിയ അംബേദ്കറിസ്റ്റുകളുണ്ടല്ലോ ഒരുപാട് പേര്. എത്ര പേർക്ക് അംബേദ്കറിനെ കുറിച്ച് അറിയാം? അംബേദ്കർ ആരായിരുന്നു, എന്തായിരുന്നു, എത്ര പേർക്ക് അറിയാം? അവരിപ്പോഴും അംബേദ്കറിനെ എന്തായിട്ടാണ് കാണിക്കുന്നത്?
ദളിത് സംഘടന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. മതവും ജാതിയൊക്കെ മാറിപ്പോയത് അതിലെ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴും ഇവരൊക്കെ സംസാരിക്കുന്ന അതനുസരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആ ജാതിയിലും മതത്തിലും പെട്ട ആളാണ്. എന്താണെങ്കിലും ശരി, കോടതിയുടെ ഇടപെടൽ വളരെ നിർണായകമാകും. അങ്ങനെ ആകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ കോടതി വിധി ഒരു ഗുണപാഠമായി സർക്കാരിന് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.